ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണം റെസിപ്പി സീരീസിലെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എനിക്കിന്ന് രാവിലെ തന്നെ 2 ചെറിയ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലാണ് ഇന്ന് മീൻ കറി വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് ആവശ്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ഉലുവയുടെ പിക്ചർ എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ. അതിനുശേഷം കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 പീസ് ചെറിയ ഉള്ളിയും വേണം. സവാള എടുക്കണ്ട. സവാള ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സവാള ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ബെറ്റർ. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായി അരയാൻ പാടില്ല. ചെറിയൊരു തരിതരിപ്പ് വേണം, എങ്കിലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഈ ഒരു കണക്കിന്, അതായത് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള അളവിലുള്ള പുളി എടുക്കണം. പുളി എടുത്തതിന് ശേഷം അത് കുതിരാൻ വയ്ക്കണം. കുതിരാൻ ഞാനിപ്പോൾ ഒരുപാട് സമയം വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമായിരിക്കുമല്ലോ, കുറച്ച് വെള്ളം എടുത്താൽ മതി, ഒരു 1/4 ഗ്ലാസ്. അതിനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ മീൻ കറിയിലേക്ക് വീഴ്ത്താം. ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി ഇത്രേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു 1/2 തക്കാളി, ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നമ്മൾ പുളി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി പുളിയുള്ള തക്കാളിയാണ്, 1/2 തക്കാളി. അതിനുശേഷം ഈ ഇച്ചിരി നീളത്തിനുള്ള മുരിങ്ങയ്ക്കായ, അതിവിടെ മസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടി. അപ്പോൾ എന്ത് ആഹാരം ഈ മീനൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ചെറിയൊരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കൈ വെച്ചായിരിക്കും ഞാൻ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് തയ്യാറാക്കാൻ വയ്ക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. കൂടുതൽ ഈ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്പൂണിട്ട് കൂടുതൽ ഇളക്കാൻ നോക്കണ്ട. ഈ 2 സൈഡും പിടിച്ച് ചുറ്റിച്ചൊന്ന് എടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒന്നും പൊടിയില്ല, നമുക്കെല്ലാം ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഗ്രേവി കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇച്ചിരി കൂടെ കുറുകണം. നല്ല ഇത്ര വെള്ളം പാടില്ല, ഇച്ചിരി കൂടെ കുറുകിയതിന് ശേഷം ഇവിടെ എല്ലാവരെയും കഴിക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇടുകയാണ്. വേണമെന്നുള്ളവർ ഒന്ന് താളിച്ച് കൂടി വീത്തും, പക്ഷേ ഞാൻ ഇവിടെ താളിക്കത്തില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വീത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ എണ്ണ വീത്തിയിട്ട് കൂടി ഒന്ന് ചുറ്റിക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്